ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മഷ്റൂം കറിയുടെ വീഡിയോ ആണ്. ഇത് ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള വെജിറ്റേറിയൻ ടൈമിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു ഡിഷാണിത്. ഇത് ഓൾറെഡി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ അത് എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വന്ന് അത് ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ടായിരുന്നു. അതായിരുന്നു അതിൽ കോപ്പിറൈറ്റ് എനിക്ക് അടിച്ചായിരുന്നു. അപ്പം ഞാനിപ്പം ഇത് വീണ്ടും ചെയ്യാണ്. കാരണം എൻ്റെ കുറച്ച് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഇത് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ റെസിപ്പി. പിന്നീട് അവർ ചെക്ക് ചെയ്തപ്പോൾ ഈ റെസിപ്പി കാണുന്നില്ലല്ലോ എന്ന് എന്നോട് ചോദിച്ച്. അപ്പോഴേ ഞാനിങ്ങനെ പറഞ്ഞു ഇതിങ്ങനെ പോയി ഡിലീറ്റായി പോയിന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചു വീണ്ടും. അങ്ങനെ അതാ ഇത് ഞാൻ വീണ്ടും ചെയ്തിരിക്കുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മഷ്റൂം കറിയാണ് കേട്ടോ. അപ്പോൾ അതാ ഇത് മസാലയുടെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇടിച്ച് നന്നായിട്ട് ചതച്ചെടുക്കുക. എന്നിട്ട് ഇതാ വെളിച്ചെണ്ണ നമ്മൾ നേരത്തെ ഇട്ടില്ല അതിലേക്ക് 2 ടീസ്പൂണാണ് ഇത് ഞാൻ ഇടുന്നത്. മിച്ചം വരുന്നത് നമുക്ക് മാറ്റി വയ്ക്കാം. വേണമെങ്കിൽ നമുക്കിടാം. ഒത്തിരി മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മസാല കൂടുതൽ ചേർക്കാം. പക്ഷേ ഞാനത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും പിന്നെ അടുത്ത കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം ഇത്. ഗരം മസാലയല്ലേ. പിന്നെ ഇതിലേക്ക് ഒരു സവോള ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അത് കഴിയുമ്പോൾ 3 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം എരിവ് കുറവ് മതിയെങ്കിൽ, കാരണം നമ്മൾ നേരത്തെ കുരുമുളക് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എരിവ് കുറവ് മതിയെങ്കിൽ 1 പച്ചമുളക് 2 പച്ചമുളക് ചേർത്താൽ മതി. പിന്നെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി നല്ലപോലെ ചതച്ചെടുക്കുക. അതും ഇതിലേക്ക് ചേർക്കുക. അതും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം ഞാനിവിടെ 2 ബോക്സ് മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ബോക്സായിട്ട് നമുക്ക് കിട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് 2 ബോക്സ് മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്കിങ്ങനെ ഈ അടച്ച് വെച്ച് വേവിക്കേണ്ട. കാരണം മഷ്റൂം അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം ഇറങ്ങും. അതുകൊണ്ടാണ് തുറന്ന് വെച്ച് വേവിക്കുക. പിന്നെ ഇത് ഞാൻ കലക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലവറാണ്. ഒരു ഗ്ലാസ് തേങ്ങാപ്പാലിൽ കോൺഫ്ലവറാണ് കലക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലപ്പൊടിയാണ്. അത് ഞാനിവിടെ 1.5 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ കറിയുടെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടും നമുക്ക്. അതിന് വേണ്ടിയാണ്, ഒരു നോൺ വെജിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ചിക്കൻ മസാലപ്പൊടി ഇടുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ നമുക്ക് മസാലയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ കലക്കി വെച്ചില്ലേ തേങ്ങാപ്പാലും കോൺഫ്ലവറും കൂടെ, അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കുക. ഇനി നമുക്കിതൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ചേർത്തത് തിക്ക് കാഷ്നട്ട് പേസ്റ്റാണ്. ഇതൊരു 10 കാഷ്നട്ട് മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കി എടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് തിക്ക് കോക്കനട്ട് മിൽക്കാണ് ചേർക്കുന്നത്. ഇത് ലാസ്റ്റ് ഘട്ടമാണ്. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മഷ്റൂം കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.